ഓക്കെ സായികുമാർ, ഹരിമോഹൻ നമുക്ക് പോകണ്ട. ഹരിമോഹൻ ആശുപത്രിയിലേക്ക് എത്തിയില്ലേ പത്മകുമാർ? പുഞ്ചിരിയോടെ പോലീസ് വാഹനത്തിനുള്ളിൽ. ഹരി പറയാം. വലിയ തിക്കും തിരക്കുമാണ്. എ പത്മകുമാറിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രതികരണത്തിനായി ശ്രമിക്കുന്നുണ്ട്. പ്രതികരണത്തിനായി മാധ്യമങ്ങൾ ശ്രമിച്ചെങ്കിലും മിണ്ടിയിട്ടില്ല. കൊള്ള നടന്നത് പത്മകുമാറിന്റെ അറിവോടെയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് എ പത്മകുമാറിനെ. ആശുപത്രിക്കുള്ളിൽ അഷിൻ ഡിയേഗോ ഉണ്ട്. അഷിൻ ഡിയേഗോ, ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ മൈക്ക് വെച്ചു, പക്ഷേ പ്രതികരിച്ചിട്ടില്ല. മിണ്ടാതെ ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് നടന്നു പോവുകയായിരുന്നു. സുജ, തീർച്ചയായും അല്പസമയം മുമ്പാണ് ഈ പത്മകുമാറിനെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇവിടെ നിന്നും വൈദ്യപരിശോധന നടത്തിയ ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചെറുപുഞ്ചിരിയോടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയിലാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ പ്രതികരണം തേടിയിരുന്നു, പക്ഷേ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എല്ലാത്തിനും ചെറുപുഞ്ചിരിയോടെയാണ് ഇപ്പോൾ ഈ അകത്ത് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ളത്. നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആറാമതായി ഒളിവിൽ ഇതാ ചെയ്തിരിക്കുന്നത് പത്മകുമാറിനെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്നും അറസ്റ്റുകൾ ഉണ്ടാകും. ഇതിനു ശേഷമായിരിക്കും ഇവിടെ നിന്നും ഈ വൈദ്യപരിശോധന. അല്പസമയം മുമ്പാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ എ പത്മകുമാറിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. കോന്നി മുൻ MLA, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, CPIMന്റെ മുതിർന്ന നേതാവാണ് ഇപ്പോൾ ആറാമത്തെ അറസ്റ്റിൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. വൈദ്യപരിശോധന നടക്കുന്നു. TV പ്രസാദ് നമുക്ക് പോകുന്നുണ്ട്. TV പ്രസാദ്, ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയാണോ ഇപ്പോഴത്തെ ആലോചന? അതുതന്നെയാണ് സുജിയ. ഇനിയുള്ള നീക്കം ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുന്നു. ഇവിടെ തന്നെയാണ് എല്ലാ പ്രതികളെയും ഹാജരാക്കിയത്. നേരത്തെ N വാസുവിനെയും ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയതിനു ശേഷമാണ് കോടതിയിലേക്ക് കൊണ്ടുപോയത്. ഇതിപ്പോൾ കൊല്ലത്തെ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ കേസിനെ സംബന്ധിച്ച് എ പത്മകുമാറിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തന്നെയായ എ പത്മകുമാറിനെ അറസ്റ്റിലായിരിക്കുന്നത്. ഏറെ നിർണായകമായ അറസ്റ്റാണ്. എല്ലാ കാര്യങ്ങളും പത്മകുമാറിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പോറ്റി ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയും എ പത്മകുമാറിന് എതിരായിരുന്നു. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ കാലയളവിലാണ് ഇതെല്ലാം സംഭവിച്ചത്. നിലവിൽ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളും കട്ടിലപ്പടിയിലെ പാളികളും മാത്രമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അതുകൊണ്ട് തീരുന്നില്ല സുജിയ. ഇനിയും അങ്ങോട്ടേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് കോടതിയുടെ മുന്നിലേക്ക് വന്ന് അത് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. അതിൽ ഓരോന്നും ചെയ്തിരിക്കുന്നത് 2017 നവംബർ 15 ശേഷമാണ് എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള കാര്യം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടല്ലോ എന്നാണ്. അതിനർത്ഥം നേരത്തെ ചെയ്ത പല കാര്യങ്ങളിലും ചിലർക്ക് കൂടി പങ്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെ തിരുവാഭരണ പെട്ടി മാറ്റി, അവിടെ കൊടിമരം മാറ്റി, അവിടെ 18 പടികളും മാറ്റി, അവിടുത്തെ വാജിവാഹനം മാറ്റി, അവിടുത്തെ അഷ്ടദിക്പാലകരെ മാറ്റി, അവിടുത്തെ പഴയ 2 മണികൾ മാറ്റി. അങ്ങനെ 2008 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിച്ചാൽ ഒരുപാട് മാറ്റലുകൾ നടന്നു. അതിനിടയിലാണ് പത്മകുമാർ പ്രസിഡന്റായ കാലഘട്ടത്തിൽ ശ്രീകോവിലിന്റെ പ്രധാന വാതിൽ സ്വർണം പൂശി ഉണ്ണികൃഷ്ണൻ പോറ്റിവക ദേവസ്വത്തിന് കൊടുക്കുന്നത്, ശബരിമലയ്ക്ക് കൊടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മളൊന്നും സ്വപ്നത്തിൽ വിചാരിക്കാത്ത രീതിയിൽ അവിടുത്തെ സ്വർണം പ്രത്യേക തന്ത്രത്തിലൂടെ അവിടെ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്. ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളും അതുപോലെ കട്ടിളപ്പടിയിലെ പാളികൾക്കും തിളക്കം കുറവാണെന്ന് പറഞ്ഞ് അത് ചെമ്പ് തകിടെന്ന് മുരാരി ബാബുവിനെ പോലെയുള്ള ഉദ്യോഗസ്ഥർ അത് ഫയലിൽ എഴുതിയതിനു ശേഷം, ഡോക്യുമെന്റ് ഉണ്ടാക്കിയതിനു ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവിടുകയാണ് ചെമ്പ് പാളി സ്വർണം പൂശി കൊണ്ടുവരാൻ
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്നും അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുക്കാനുള്ള അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞ് ഉത്തരവിറക്കുകയാണ്. അങ്ങനെയാണ് അയ്യപ്പന്റെ കട്ടിളപ്പടിയിലെ സ്വർണവും അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണവും അതുപോലെ തന്നെ അടിച്ചു മാറ്റിയത്. അതിന് നേതൃത്വം നൽകിയ ആൾ അന്നത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റ് എ പത്മകുമാറാണ് എന്ന് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുമ്പോൾ ഉറപ്പായും അത് വലിയ സംഭവമായി മാറുന്നു, വലിയ വിവാദമായി ഇനി മാറുന്നു. CPIM-ന് മറുപടി പറയേണ്ടി വരുന്നു. കാരണം അന്നത്തെ LDF സർക്കാർ വിശ്വസിച്ച് ഏൽപ്പിച്ച ചുമതല ആ ചുമതല നിറവേറ്റിയില്ല എന്ന് മാത്രമല്ല, ദേവസ്വത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ കൂട്ടുനിന്ന CPIM-ന്റെ നേതാവായി അയാൾ മാറി എന്നുള്ളതാണ്. പത്തനംതിട്ടയിലെ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് എ പത്മകുമാർ. നേരത്തെ അവിടെ MLA ആയിരുന്നു. ഒരുപാട് വർഷക്കാലം പത്തനംതിട്ടയിലെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായിരുന്നു എ പത്മകുമാർ. ആ പത്മകുമാറാണ് പ്രസാദ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. പത്തനംതിട്ടക്കാരോട് ചോദിച്ചാൽ കൃത്യമായി അത് അറിയാനും സാധിക്കും. എ പത്മകുമാർ എന്ന് പറയുന്നത് CPIM നേതാവ് എന്ന നിലയിൽ ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ശ്രീകോവിലിലെ തങ്കപ്പാളികളെ കുറിച്ച്, സ്വർണ്ണപ്പാളികളെ കുറിച്ച് മാത്രമല്ല ശബരിമലയിലെ എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയാവുന്ന ആൾ കൂടിയാണ് എ പത്മകുമാർ. അദ്ദേഹത്തിന്റെ അച്ഛൻ മുതൽ ഇങ്ങോട്ട് ശബരിമലയുമായി ബന്ധമുള്ളവരാണ്. അവിടുത്തെ കരാർ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുടുംബപരമായി തന്നെ ശബരിമലയുമായുള്ള ബന്ധം ഉള്ള, ശബരിമലയിലെ ഓരോ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ ഇത്ര വലിയൊരു കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളത് ഇപ്പോൾ തെളിയുകയല്ലേ? ഉറപ്പായും അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. സുജിയ, കഴിഞ്ഞ ഒരുപാട് വർഷക്കാലം പത്തനംതിട്ടയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞുന്ന ആൾ, പത്തനംതിട്ടയിലെ CPIM-ന്റെ മുഖം എന്ന് പോലും പറയാൻ പറ്റുന്ന വ്യക്തിത്വം, ആ മനുഷ്യനാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന് തെളിവുകളോടെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുന്നതും ഒടുവിൽ അറസ്റ്റിലാകുന്നതും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി കോടതിയുടെ മുന്നിലേക്ക് പോകുന്നതും ഏതെങ്കിലും രീതിയിലുള്ള അഴിമതിയല്ല നടത്തിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഏതെങ്കിലും വഴിപാട് പുസ്തകം അടിച്ചു മാറ്റിയതോ അതല്ലെങ്കിൽ ഏതെങ്കിലും പണം മോഷ്ടിച്ചതോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയതോ ആയ കേസിലല്ല ഇത്. ശബരിമല അയ്യപ്പന്റെ സ്വർണം അത് ചെമ്പാണെന്ന് എഴുതി മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള തട്ടിപ്പുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നു എന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. അതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ 2018 ഫെബ്രുവരി മുതൽ 2019 മാർച്ച് മാസം 14 വരെ അവിടെ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്ന N. വാസു ജയിലിലായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിന് പിന്നാലെ ഇനി ആര് എന്ന് ചോദിച്ച സമയത്ത് ഉറപ്പായും അതിന്റെ മറുപടി അത് എ പത്മകുമാർ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എ പത്മകുമാറിന് ഏറ്റവും അവസാനം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും വലിയ കോൺഫിഡൻസ് ആയിരുന്നു സുജിയ, വലിയ ആത്മവിശ്വാസമായിരുന്നു സുജിയ. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത്. മാത്രവുമല്ല, മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തനിക്കൊരു നോട്ടീസ് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞതിലൂടെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അവസാനം വരെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും D. സുധീഷ് കുമാറും KS ബൈജുവും ഏറ്റവും ഒടുവിൽ N. വാസുവും പറഞ്ഞത് എ പത്മകുമാറിന്റെ പേരാണ് എന്നുള്ളതാണ്.